പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്റർ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടതാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ 2 ചാപ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് 13-ാം തീയതി ഒരു എക്സാം ഉണ്ടായിരിക്കും. ടൈം ടേബിൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 2 ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ്, രണ്ടാമത്തെ ചാപ്റ്റർ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഈ 2 ചാപ്റ്ററും കൂടിയിട്ടാണ് നമ്മൾ എക്സാം എടുക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ പറയാനുള്ള ഒരു ടോപ്പിക്ക് എനർജി ഓഫ് കപ്പാസിറ്ററാണ്. എനർജി ഓഫ് കപ്പാസിറ്റർ. എനർജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കപ്പാസിറ്റൻസ് അല്ലേ, അത് 2 ഷീറ്റുകൾ തമ്മിലുള്ള ചാർജിൻ്റെ ട്രാൻസ്ഫർ നടക്കണം. ഒരു ഷീറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡാണ്, മറ്റൊരു ഷീറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡാണ്. ഈ 2 ഷീറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ആ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുമ്പോൾ ആ ചാർജിൻ്റെ ട്രാൻസ്ഫർ മൂലം, അല്ലെങ്കിൽ ആ ചാർജിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രമാത്രം വർക്കാണോ ഈ ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അത്രയും വർക്ക് എന്തായി മാറും, എനർജി ആയിട്ട് ആ ട്രാൻസ്ഫർ നടക്കാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ആ ട്രാൻസ്ഫർ നടക്കാത്ത സമയത്ത് ഇത്രയും വർക്ക്, എത്ര വർക്കാണോ ട്രാൻസ്ഫറിന് വേണ്ടത്, അത്രയും വർക്ക് എന്ത് ചെയ്യുന്നു, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനാണ് നമ്മൾ എനർജി ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഓഫ് കപ്പാസിറ്റർ അത് ഡിറൈവ് ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യൽ മെത്തേഡിലാണ് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് സിംപ്ലി നമുക്കതിനെ എങ്ങനെ മനസ്സിലാക്കാം, നമുക്കറിയാമല്ലേ, പൊട്ടൻഷ്യൽ ഈക്വൽ ടു വർക്ക് ബൈ ചാർജാണ്. വർക്ക് ബൈ ചാർജിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ ഈ വർക്ക് എത്രയാണ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് എനർജി ഓഫ് കപ്പാസിറ്ററിലേക്കുള്ള ആ ഒരു ഡ്രൈവ് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൽ നിന്ന് വീന് അല്ലേ, വീന് നമ്മൾ എന്ത് ചെയ്യാം, കപ്പാസിറ്റൻസിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. എന്തായിരുന്നു അല്ലേ, ക്യൂ ഈക്വൽ ടു സി വി ആണ് അല്ലേ, ക്യൂ ഈക്വൽ ടു സി വി ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് ആണ് സി, ദെൻ യു ഹാവ് വി ഈക്വൽ ടു ക്യൂ ബൈ സി. അപ്പോൾ നമുക്കതിനെ അങ്ങനെ എഴുതാം അല്ലേ, വി ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന ഫോർമാറ്റിൽ. ഇവിടെ ഡബ്ല്യു ഈക്വൽ ടു എന്താണ്, ഡബ്ല്യു എന്നുള്ളതാണ് വർക്ക് ഡൺ. വർക്ക് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ ആണ്. ഈ വർക്ക് തന്നെയാണ് എന്തായി മാറുന്നത്, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് മാറുന്നു. അപ്പോൾ വി ഈക്വൽ ടു വിനെ നമ്മളെങ്ങനെ എഴുതാം അല്ലേ, ഡബ്ല്യു ഈക്വൽ ടു വിനെ ക്യൂ ബൈ സി എന്ന ഫോർമാറ്റിൽ, ക്യൂ ബൈ സി ഇൻറ്റു ക്യൂ, ഈ ഒരു ഫോർമാറ്റിൽ അല്ലേ, ക്യൂ സ്ക്വയർ ബൈ സി. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഡബ്ല്യു ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ബൈ സി ഡി ക്യൂ, ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ബൈ സി ഡി. ഈ ഫോർമാറ്റിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരം ഫോർമാറ്റുകൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു 1/2 ആഡ് ആയി. അത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ വിശദമായി പഠിക്കും. ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി, ഇതാണ് വർക്ക് ഡൺ, ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റർ, എനർജി ഓഫ് കപ്പാസിറ്റർ ഈസ് ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഇതിനെ ക്യൂവിനെ നമുക്ക് മാറ്റി എഴുതാം അല്ലേ, ക്യൂ ഈക്വൽ ടു സി വി ആണ്. സി വി കൊടുത്താൽ എന്താവും, ഇവിടെ സി സ്ക്വയർ വി സ്ക്വയർ ബൈ സി, ഒരു സിയും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എനർജി ഈക്വൽ ടു എനർജി ഓഫ് കപ്പാസിറ്റർ, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ അല്ലേ, യു എന്ന ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക, ഹാഫ് സി വി സ്ക്വയർ. എനർജി ഓഫ് കപ്പാസിറ്റർ ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. ഇതിലേടാ ഈ ക്യൂവിന് നമ്മൾ ജസ്റ്റ് വാല്യൂ കൊടുത്താണ്. ക്യൂ എന്താണ്, സി വി ആണ്. അപ്പോൾ ക്യൂ സ്ക്വയർ പറഞ്ഞാൽ സി സ്ക്വയർ വി സ്ക്വയർ. അപ്പോൾ സി സ്ക്വയർ വി സ്ക്വയർ ബൈ സി, സി സ്ക്വയർ വിത്ത് സിയും ഈ സിയും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്തുണ്ടാവുന്നു, ഹാഫ് സി വി സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എനർജി ഓഫ് കപ്പാസിറ്റി. ഇനി നമുക്കിപ്പോൾ ഈ ചാപ്റ്റർ ഏകദേശം എന്തായിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിച്ചത്. ഒന്നാമതായി നമ്മൾ പഠിച്ചത് അല്ലേ പൊട്ടൻഷ്യൽ. എന്താണ് പൊട്ടൻഷ്യൽ, അത് പഠിച്ചു. പിന്നെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ, പൊട്ടൻഷ്യൽ, ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചു. ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് പഠിച്ചു. അതുപോലെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നോക്കി. അതുപോലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സിൽ ഉള്ള ചാർജിൻ്റെ പ്രത്യേകതകൾ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓൺ കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കി. പിന്നെ കപ്പാസിറ്റൻസ് നോക്കി, കപ്പാസിറ്റൻസ്. അതുപോലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതുപോലെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഏതൊക്കെയാണ്, സീരീസ് കോമ്പിനേഷനുണ്ട്, പാരലൽ കോമ്പിനേഷൻ. പിന്നെ എനർജി ഓഫ് കപ്പാസിറ്റർ നോക്കി, എനർജി ഓഫ് കപ്പാസിറ്റർ അതിപ്പോൾ നമ്മൾ എടുത്തത്. പിന്നെ എന്ത് ചെയ്തു, വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ, വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വലിയ ടോപ്പിക്കുകളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയും ടോപ്പിക്കുകൾ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണം. പ്രോബ്ലംസ് ചെയ്ത് നോക്കാനുള്ള ശ്രമമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടുള്ള പ്രോബ്ലം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ആ ചാപ്റ്ററിൽ തന്നെ പ്രോബ്ലംസാണ്. സ്ഫെരിക്കൽ ഓയിൽ ഡ്രോപ്പ് ഓഫ് centimeter, 10 raised to minus 4 centimeter on it 40 a charge of 40 electrons. Calculate the energy. Required to place an additional electron. On that drop. ക്വസ്റ്റിൻ്റെ ഗ്രാമർ നോക്കണ്ട. അതായത് പറയുന്നത് ഒരു സ്ഫെരിക്കൽ ഓയിൽ ഡ്രോപ്പ് അല്ലേ, ഒരു ഓയിലായിട്ടുള്ള അത് എന്തോ ആവും, എണ്ണ പോലെയുള്ള ഒരു ഓയിൽ ഡ്രോപ്പ്. അതിൻ്റെ റേഡിയസ് 10 raised to minus 4 centimeter ആണ്. 10 raised to minus 4 centimeter ആണ് അതിൻ്റെ റേഡിയസ്. അതിലുള്ള ചാർജ് അല്ലേ 40 ഇലക്ട്രോൺ കൊണ്ടുള്ള 40 ഇലക്ട്രോൺസ് കൊണ്ട് എത്ര ചാർജ് ഉണ്ടാവും, അത്രയും ചാർജാണ് ഈ ഓയിൽ ഡ്രോപ്പിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ 40 ഇലക്ട്രോൺ എന്നുള്ളത് 41 ഇലക്ട്രോൺ ആക്കണം. അതായത് ആ ഓയിൽ ഡ്രോപ്പിലേക്ക് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കൊണ്ടുവരണം. ആ ഓയിൽ ഡ്രോപ്പിലേക്ക് എന്ത് വരണം, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കൊണ്ടുവരണം. എങ്കിൽ എത്ര വർക്കാണ് നമ്മൾ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ എത്ര എനർജി അവിടെ ഉപയോഗിക്കേണ്ടി വരും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ആൻസർ ചെയ്യുന്നത് ഇവിടെ ചാർജ് ഓൺ ഓയിൽ ഡ്രോപ്പാണ്. ചാർജ് ഓൺ ഓയിൽ ഡ്രോപ്പ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ? ചാർജ് ഓൺ ഓയിൽ ഡ്രോപ്പ്
എത്ര ചാർജാണുള്ളത്? 40 ഇലക്ട്രോൺസ് കൊണ്ടുള്ള ചാർജാണുള്ളത്. ഒരു ഇലക്ട്രോൺ കൊണ്ടുള്ള ചാർജ് എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കുളോമാണ്. 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 2 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 കുളോം. 3 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 3 ഇൻറ്റു 10⁻19 3 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 കുളം. അങ്ങനെയുള്ള വരിക. അപ്പോൾ ഇവിടെ 40 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഈ 40 ഇലക്ട്രോൺസ് കൊണ്ടുള്ള ചാർജ് Q ഈക്വൽ ടു 40 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 കുളം. ഇതിൽ 1.6 ഇൻറ്റു 10⁻19 എന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അപ്പോൾ 40 ഇലക്ട്രോൺസ് കൊണ്ടുള്ള ചാർജ് 40 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 കുളം. ഇനി അടുത്തായിട്ട് നമുക്ക് എന്ത് കാണണം? അല്ലേ, പൊട്ടൻഷ്യൽ കാണണം. പൊട്ടൻഷ്യൽ ഓൺ ഓയിൽ ഡ്രോപ്പ്. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 അല്ലേ, V ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/R. 1/4πε0 ഇൻറ്റു Q/R ആണ്. ഇതിൽ 1/4πε0 എന്ന് പറയുന്നത് 9 ഇൻറ്റു 10⁻9 ആണ്. Q എന്നുള്ളത് ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളിതിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ R എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10⁻⁻4 ആണ് അല്ലേ. ഇവിടെ 40 ഇൻറ്റു 1.6 ചെയ്ത് കഴിഞ്ഞാൽ 64 ഇൻറ്റു 10⁻19 കുളമാണ് കിട്ടും. ഇനി പൊട്ടൻഷ്യൽ ഓൺ ഓയിൽ ഡ്രോപ്പ് നോക്കാം. പൊട്ടൻഷ്യൽ ഓൺ ഓയിൽ ഡ്രോപ്പ് ഈക്വൽ ടു 1/4π V ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/R. ദാറ്റ്സ് ഈക്വൽ ടു 1/4πε0 9 ഇൻറ്റു 10⁻9 ഇൻറ്റു Q 64 ഇൻറ്റു 10⁻19 ഡിവൈഡഡ് ബൈ R അല്ലേ, 10⁻⁻4 അല്ലേ. 10⁻⁻4 എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ എന്ത് ചെയ്യാം? മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 10⁻⁻6 ആവും. 10⁻⁻4 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10⁻⁻6 മീറ്റർ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? Q കിട്ടി, V കിട്ടി. നമുക്കറിയാലേ W ഈക്വൽ ടു എന്താണ്? W ഈക്വൽ ടു V ഇൻറ്റു Q ആണ്. ചെയ്താൽ മതി. ഓർ V ഈക്വൽ ടു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വർക്ക് ബൈ ചാർജ് ആണല്ലോ. വർക്ക് ബൈ ചാർജിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയാം. W ഈക്വൽ ടു ആ വർക്ക്, അതായത് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വർക്ക് എത്ര, അല്ലെങ്കിൽ അതിന് എത്രമാത്രം എനർജി യൂസ് ചെയ്യേണ്ടി വരും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? W കണ്ടുപിടിക്കും. W ഈക്വൽ ടു energy required, W equal to potential into charge, V into Q, that's equal to, here ഇതൊന്ന് സോൾവ് ചെയ്ത് എഴുതാം. 9 ഇൻറ്റു 64 ഇൻറ്റു 10⁻⁻6 that's equal to 576 ഇൻറ്റു 10⁻⁻6 വോൾട്ട്. സോറി, -6 അല്ല, -4 വോൾട്ടാണ്. നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം. വീട്ടിൽ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. നമ്മൾ നോട്ട് എഴുതുമ്പോൾ ഇതിലുള്ള ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെയാണ് നോട്ടിലുണ്ടായിരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അത് പരമാവധി ഉൾക്കൊള്ളിക്കും. പക്ഷേ എങ്കിൽ പോലും ഇതെല്ലാവരും എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. V ഇൻറ്റു Q ഈക്വൽ ടു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. Q വിൻ്റെ വാല്യൂ എത്രയാണ്? 576 ഇൻറ്റു 10⁻⁻4 പ്ലസ് ഇൻറ്റു 64 ഇൻറ്റു 10⁻⁻19 ദാറ്റ്സ് ഈക്വൽ ടു that's equal to 921.6 into 10⁻23 joules അല്ലേ. എനർജി വർക്ക് രണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്.
921.6 into 10 raised to minus 23 joules. ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എനർജിയാണ് ഒരു ഇലക്ട്രോണിനെ 40 ഇലക്ട്രോൺസ് കൊണ്ട് ചാർജ് ചെയ്തിട്ടുള്ള ഒരു ഓയിൽ ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് ഒരു ഇലക്ട്രോൺ കൊണ്ടുവരാൻ 921.6 into 10 raised to minus 23 joules. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവരും ഒന്ന് നോട്ടിൽ ഇങ്ങനെ റഫായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.